നമ്മുടെ ഇതിലെന്ന് പറഞ്ഞാൽ ടിപ്പറിന് ഇപ്പം അമിതമായിട്ടാണ് എല്ലാത്തിനും, ഇൻഷുറൻസ് ആയിരുന്നാലും പൊല്യൂഷൻ ആയിരുന്നാലും റീടെസ്റ്റ് പെയിൻറ്റിങ് സാധനം മെറ്റീരിയൽ കംപ്ലീറ്റ് വില കൂടുതലാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കിടക്കുന്ന ടയർ തന്നെ മുമ്പ് 8500 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന ടയർ ഇപ്പോൾ വന്നിട്ട് 13,000 രൂപ വിലയാണ്. 13,000 12 ആ രീതിയിൽ വില കയറി. ഇപ്പോൾ ഇത് ഈ 13,500 രൂപ ടയറാണ്. അപ്പോൾ അത്രയും വ്യത്യാസം. പിന്നെ നമ്മൾ അപ്പോൾ മാക്സിമം നമ്മൾ ഓടി ഇത് ചെയ്യാനായി നിൽക്കുള്ളത്. പണ്ട് നമ്മൾ 2,500 രൂപയ്ക്ക് റീസോൾ ചെയ്യായിരുന്നു. 2,500 3,000 രൂപയ്ക്കകത്ത് റീസോൾ ചെയ്യാം. ഇപ്പം 5,000 രൂപ 4,800 5,000 രൂപ അടുപ്പിച്ച് റീസോളിൻ്റെ റേറ്റ് ആവുന്നു. ഓക്കെ, ഇത് വണ്ടി ഓടി നമുക്ക് ബാലൻസ് വരുമാനം വരുന്നുണ്ടെങ്കിൽ ഈ മറ്റേ അവിടെ കൊട്ടാരക്കര കണ്ടില്ലേ, ആ വണ്ടി തന്നെ ടയർ അത്യാവശ്യം ഓടാൻ ടയർ ഉണ്ട്. നമ്മൾ പരമാവധി നമ്മൾ അതിനെ ഉപയോഗിച്ചാൽ ഒരു ചെറിയൊരു രീതിയിൽ ആ ടയർ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ആ കണ്ണിൽ കണ്ടതിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കണ്ടതിൽ അത് ഉണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം. കാര്യം ചെറിയൊരു ലൈൻ ഇല്ലാതെ മുട്ട ടയറിട്ട് ഓടിയ അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ ചെറിയൊരു ഇതുള്ളത് കൊണ്ട് അത് മാക്സിമം ഓടി നമ്മൾ തീർത്താലേ നമുക്കത് മുതലാക്കി എടുക്കണ്ടേ. ഇതിന്റെ ഫിനാൻസ്, ടാക്സ്, ഇൻഷുറൻസ്. റീടെസ്റ്റ് ഓരോ വർഷത്തിലും ഉണ്ടാവും. ഓരോ വർഷമാണ് ഉണ്ടാവുന്നത്. പിന്നെ പുതിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിൽ 2 വർഷത്തിനകത്ത് ഉള്ളത് കിട്ടും. അതായത് ഒരു വണ്ടി എടുത്ത് ആദ്യത്തെ 2 വർഷം ഫസ്റ്റ് നമ്മൾ പുതിയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇച്ചിരി മോഡൽ പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ വർഷവും ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞ ഒന്നല്ല, അതിന് മുമ്പോട്ട് വിൽക്കണം. അത്രയും പൈസ നമ്മൾ ഇതിന്ന് കണ്ടെത്തണം. മനസ്സിലായി. എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് എന്തായാലും. തീർച്ചയായിട്ടും